ലക്ഷ്മണന്റെ ഭാര്യയാണ് ലച്ചു അമ്മയെന്നോ? അപ്പോൾ ലക്ഷ്മൺ പോറ്റിയോ? അദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ ലച്ചു അമ്മ? അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലല്ലേ അവരുടെ ചിതയൊരുക്കിയത്? അവർ തമ്മിൽ ബന്ധമില്ലെങ്കിൽ പിന്നെന്തിനാണ് അയാളുടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചത്? സായിയുടെ ഒറ്റ മറുപടിക്ക് അഗ്നിമിത്രയുടെ ഉള്ളിൽ നിന്നും 1000 ചോദ്യങ്ങൾ ഉയർന്നു. നില്ല് എൻ്റെ അമ്മോ, എന്താ ഇത്? എല്ലാറ്റിനുമുള്ള മറുപടി ഞാൻ പറയാം, തിരക്ക് കൂട്ടല്ലേ. ഞാൻ പറയുന്ന കഥയ്ക്ക് ഒടുവിൽ ഒരു കഥാപാത്രമായി ലക്ഷ്മൺ പോറ്റിയും ഉണ്ടാവും. അതുവരെ ക്ഷമിച്ച് ഞാൻ പറയുന്നത് കേൾക്കുക. ഓക്കെ. ഒരു ചെറു പുഞ്ചിരിയോടെ അയാൾ തുടർന്നു. ലച്ചുവിൻ്റെയും അനിയേട്ടൻ്റെയും കല്യാണം നടത്താൻ തറവാട്ടിൽ എല്ലാവർക്കും വലിയ താല്പര്യമായിരുന്നു. അനിയേട്ടൻ എൻ്റെ ഏട്ടൻ തന്നെയാണ്. എന്നാലും പറയാതെ വയ്യല്ലോ. സ്ത്രീകളോട് ഒരുതരം ആസക്തിയാണ് അയാൾക്ക്. ലച്ചുവിനോട് സ്നേഹം കാണിക്കുമ്പോഴും മറ്റുള്ള സ്ത്രീകളുമായി അയാൾക്ക് അടുപ്പമുണ്ടായിരുന്നു. പാവം ലച്ചുവിന് അതൊന്നും അറിയില്ലായിരുന്നു. അവൾ അയാളുടെ സ്നേഹത്തിൽ മതിമറന്നു പോയി. ഒരിക്കൽ ആരും അറിയാതെ അനിയേട്ടൻ ലച്ചുവിനെ അടുത്തുള്ള അമ്പലത്തിൽ കൊണ്ടുപോയി താലി കെട്ടി. അവർ കല്യാണം കഴിച്ചതോ ഒന്നിച്ചൊരു ജീവിതം തുടങ്ങിയതോ ഇവിടെ ആരും അറിഞ്ഞില്ല. അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചാൽ ആഗ്രഹം കഴിഞ്ഞാൽ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഒരു ദിവസം ലച്ചുവിൽ നിന്നും മാറി നിന്നുകൊണ്ട് അയാൾ അവളെ തൻ്റെ കൂട്ടുകാർക്ക് കാഴ്ചവെച്ചു. മാനം കെട്ട് ജീവിക്കാൻ കഴിയില്ല എന്നതിനാലാണ് അവൾ അതിലൊരുവന്റെ നെഞ്ചിലേക്ക് കത്തികുത്തി ഇറക്കിയത്. അന്നവൾ അനിയേട്ടന്റെ കുഞ്ഞിനെ ഗർഭത്തിൽ പേറിയിരിക്കുകയായിരുന്നു. അന്ന് ഒളിവിൽ പോയ അനിയേട്ടൻ പിന്നെ പൊങ്ങുന്നത് 1 വർഷത്തിന് ശേഷമാണ്. സ്വയം കുറ്റമേറ്റെടുത്ത ലച്ചു ജയിലഴിക്കുള്ളിലായി. തറവാട്ടിലും ലച്ചുവിന്റെ വീട്ടിലും കാര്യങ്ങളെല്ലാം അറിയുമ്പോഴേക്കും സമയം വൈകിയിരുന്നു. അവളെ പുറത്തിറക്കണം എന്ന വാശിയിൽ വല്യച്ഛൻ നല്ലൊരു വക്കീലിനെ നിയമിച്ചു. അങ്ങനെ 10 വർഷത്തെ ജയിൽ ശിക്ഷ 5 വർഷമാക്കി കുറച്ചു കിട്ടി. ജയിലിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ലച്ചുവിന്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു, ഒരു പെൺകുഞ്ഞ്. സമനില നഷ്ടപ്പെട്ട ലക്ഷ്മി കുഞ്ഞിനെ ശ്രദ്ധിക്കുന്ന പോലുമില്ലായിരുന്നു. ഒടുവിൽ അവളെ മാനസിക ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. കുഞ്ഞിനെ വല്യച്ഛൻ എന്തു ചെയ്തു എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും വളർത്താൻ കൊടുത്തു കാണും. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവരെ വീണ്ടും ഒരുമിപ്പിക്കണം എന്നായിരുന്നു വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും ആഗ്രഹം. എന്നാൽ ലച്ചുവിന്റെ മനസ്സ് അതിന് തയ്യാറായില്ല. അതോടെ വല്യച്ഛൻ്റെ സ്വത്തിൻ്റെ കാൽഭാഗം ലച്ചുവിൻ്റെ പേർക്ക് എഴുതി കൊടുത്തുകൊണ്ട് അദ്ദേഹം അവളെ ലക്ഷ്മണൻ പോറ്റിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ലച്ചുവിൻ്റെ പൂർവ്വകാല കഥകളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോറ്റി അവളെ സ്വീകരിച്ചത്. ഇപ്പോൾ അഗ്നിമിത്രയുടെ ഒരുവിധം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയോ? എല്ലാം പറഞ്ഞു നിർത്തി സായി അവൾക്ക് നേരെ ചോദ്യം എറിഞ്ഞു. താങ്കൾക്ക് നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാനിത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാലും അവളുടെ ഉള്ളിൽ അവിശ്വാസത്തിന്റെ കനലുകൾ എരിയുന്നുണ്ടായിരുന്നു. ആനന്ദ് ഗംഗാധർ പറഞ്ഞ കഥയും സായ് സാരംഗ് പറഞ്ഞ കഥയും തമ്മിൽ കുറച്ചൊക്കെ സാമ്യമുണ്ടെങ്കിലും അതിലേറെയും പൊരുത്തക്കേടുകളായിരുന്നു. രണ്ടുപേരും പറഞ്ഞ കഥയിലെ പെണ്ണ് ലക്ഷ്മി തന്നെയാണ്. എന്നാൽ 2 ലക്ഷ്മിയും ഒന്നാണോ? ആനന്ദ് സാർ പറഞ്ഞ കഥയിലെ ലക്ഷ്മി നായർ സമുദായമാണ്. എന്നാൽ ഇദ്ദേഹം പറഞ്ഞ കഥയിലെ ലക്ഷ്മി മുറപ്പെണ്ണാണ്, സ്വജാതിയാണ്. അപ്പോൾ ആരായിരിക്കും കഥയിൽ മായം ചേർത്തിട്ടുണ്ടാവുക? ആനന്ദ് സാറോ സായ് സാറോ? ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നറിയാതെ മിത്ര കുഴഞ്ഞു. അവളുടെ മനസ്സിൽ തോന്നിയതെല്ലാം കുറഞ്ഞ സമയം കൊണ്ട് അവൾ ചോദിച്ചറിഞ്ഞു. എല്ലാത്തിനും വ്യക്തത വന്നില്ലെങ്കിലും കുറേയൊക്കെ അവളുടെ മനസ്സ് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞിരുന്നു. നാളെ പോയാൽ പിന്നെ ഞാൻ 2 മാസം കഴിഞ്ഞേ തിരിച്ചു വരൂ. അതിനിടയിൽ കോണ്ടാക്ട് ചെയ്യാനും കഴിയില്ല. അപ്പോൾ നമുക്കിനിയും കാണാം അഗ്നിമിത്ര. കാണേണ്ട ആവശ്യങ്ങളില്ലെങ്കിലും എൻ്റെ മനസ്സ് പറയുന്നു നമ്മൾ ഇനിയും കാണുമെന്ന്. അയാൾ പോകാനായി എഴുന്നേറ്റുകൊണ്ട് അവൾക്ക് നേരെ കൈനീട്ടി. അവളും എഴുന്നേറ്റ് അയാൾക്ക് കൈ കൊടുത്തു. ഒരു മാഷിനോടുള്ള സ്റ്റുഡൻറ്റിൻ്റെ കേവലം ഒരു ജിജ്ഞാസയായി അഗ്നിമിത്രയുടെ ചോദ്യങ്ങളെ തള്ളിക്കളയാൻ എനിക്ക് കഴിയില്ല. ഈ ചോദ്യം ചെയ്യലിൻ്റെ പിറകിൽ കാര്യമായിട്ട് എന്തോ ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതെന്ത് തന്നെയായാലും ഈ പുലിക്കുട്ടിക്ക് അതിൽ ജയിക്കാൻ കഴിയട്ടെ. സായി സാരംഗ് കയറിയ ബുള്ളറ്റ് അയാളെയും കൊണ്ട് പറന്നകലുന്നതും നോക്കി അഗ്നിമിത്ര അല്പനേരം നിന്നു. പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന തെങ്ങിൽ ചാരി നിന്നുകൊണ്ട് അവൾ മിഴികളടച്ചു. തൊട്ടു മുൻപ് നടന്ന സംഭാഷണങ്ങൾ ഓരോന്നും അവളുടെ മനസ്സിലൂടെ അടിവരയിട്ട് കടന്നുപോയി. അവളുടെ ചുണ്ടുകൾക്കിടയിൽ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു. ഇന്നറിഞ്ഞ കഥകൾക്ക് ഒരു വ്യക്തത വരണമെങ്കിൽ തീർച്ചയായും താൻ ലക്ഷ്മൺ പോറ്റിയെ കണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു. തിരിച്ചു തറവാട്ടിലെത്തുമ്പോൾ ഉമ്മറത്തും തുളസിത്തറയിലും സന്ധ്യാദീപം തെളിഞ്ഞു കത്തുന്നുണ്ടായിരുന്നു. ഉള്ളിൽ നിന്നും മുത്തശ്ശിയുടെ ഈണത്തിലുള്ള പഞ്ചാക്ഷരി മന്ത്രം കേൾക്കുന്നുണ്ട്. തറവാടിന്റെ തെക്കുഭാഗത്തായി ദേവീക്ഷേത്രവും അതിനടുത്തായി സർപ്പക്കാവുമുണ്ട്. സർപ്പക്കാവിൽ വിളക്ക് വയ്ക്കുന്ന ഗോവിന്ദേട്ടനെ കണ്ട് മിത്ര പതിയെ അങ്ങോട്ട് നടന്നു. പിന്നിൽ ഈല അനങ്ങുന്നത് കേട്ടാണ് തിരികൊളുത്തിക്കൊണ്ടിരുന്ന ഗോവിന്ദേട്ടൻ തിരിഞ്ഞു നോക്കിയത്. കുഞ്ഞായിരുന്നോ? ഞാൻ പേടിച്ചു പോയല്ലോ. അയാൾ നെഞ്ചിൽ കൈവച്ച് നിശ്വസിച്ചു. ഗോവിന്ദേട്ടൻ പാമ്പാണെന്ന് കരുതിയോ? മിത്ര വായ് പൊത്തിച്ചിരിച്ചു. കളിയാക്കണ്ട, കഴിഞ്ഞ മാസം പണിക്ക് വന്ന കുമാരനെ ഇവിടെ വെച്ചാ പാമ്പ് കടിച്ചത്.
4 ദിവസം ആശുപത്രിയിൽ കിടന്നു. 5ന്റെ അന്ന് ആള് പോയി. മുറ്റിയ ഇനമായിരുന്നു. അത് കേട്ടതും മിത്രയുടെ ചുണ്ടിലെ ചിരി പെട്ടെന്ന് മാഞ്ഞുപോയി. അപ്പോഴാണ് അയാൾ പുറത്തു പോയ അതേ വേഷത്തിൽ വന്നു നിൽക്കുന്ന അവളെ അടിമുടി ഒന്ന് നോക്കിയത്. കുഞ്ഞു കുളിക്കാതെയാണോ ഇതിനുള്ളിലേക്ക് കയറിയത്? അയാൾ ആശങ്കയോടെ ചോദിച്ചു. ആ അതെ, അവൾ തന്നിലേക്ക് ആകപ്പാടെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. പഴമക്കാരുടെ വിശ്വാസങ്ങൾ ഇന്നത്തെ കുട്ടികൾക്ക് അന്ധവിശ്വാസങ്ങളാകാം. ഈ കാവിനൊരു വിശുദ്ധിയുണ്ട് കുട്ടി. പുറത്തു പോയാൽ കുളിക്കാതെ ഇവിടേക്ക് ആരും വരാറില്ല. അതുമാത്രമല്ല, ത്രിസന്ധി നേരത്ത് സ്ത്രീകൾ ആരും ഇവിടേക്ക് കയറാറില്ല. കുഞ്ഞിന്റെ മുത്തശ്ശനുള്ള കാലത്ത് അത്രയും ചിട്ടയോടെ കൊണ്ടു നടന്നിരുന്ന കാവാണ്. ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട്. വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഞ്ഞു പോയി കുളിച്ചിട്ട് വരൂ. എതിർപ്പൊന്നും പറയാതെ മിത്ര പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എവിടെയായിരുന്നു കുട്ടിയെ ഇത്ര നേരം? സന്ധ്യയാവണതൊന്നും കാണുന്നില്ലേ? മീനു എത്ര നേരമായി ഫോണിൽ വിളിക്കുന്നു. കുട്ടിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്നാ അവൾ പറയുന്നത്. അമ്മ വിളിച്ചിരുന്നു. അറിഞ്ഞില്ലല്ലോ. അവൾ വേഗം ബാഗ് തുറന്ന് ഫോൺ കയ്യിലെടുത്തു. സൈലന്റ് ആയിരുന്നു. വെറുതെയല്ല കോളൊന്നും കേൾക്കാതിരുന്നത്. അവൾ ഫോൺ ഓപ്പൺ ചെയ്ത് സൈലന്റ് മോഡ് മാറ്റി. അതിനുശേഷം കോൾ ലിസ്റ്റ് തുറന്നു. മീനുവിന്റെ 5 മിസ്ഡ് കോൾ കണ്ട് അവളുടെ വായ തുറന്നു പോയി. കൂടാതെ അച്ഛന്റെയും ഏട്ടന്റെയും കിച്ചുവിന്റെയും ഈ 2 കോളുകൾ വേറെ. അവൾ വേഗം മീനുവിനെ തിരിച്ചു വിളിച്ചു. എവിടെയായിരുന്നു മിത്ര നീ ഇതുവരെ? മുത്തശ്ശിയുടെ അടുത്ത് നിൽക്കാനാണ് 2 ദിവസം നിനക്ക് പെർമിഷൻ തന്നത്. അല്ലാതെ ആ നാട് മുഴുവൻ ചുറ്റി നടക്കാനല്ല. വന്ന് നിനക്ക് അനുസരണ തീരെ ഇല്ലാണ്ടായി വരിക. നീ ഒരു പെണ്ണാണെന്ന കാര്യം മറന്നു പോകരുത്. ഫോൺ എടുത്ത പാടെ മീനു നിന്ന് കലിതുള്ളി. ഞാൻ പെണ്ണാണെന്ന് മീനൂട്ടി ഇങ്ങനെ കൂടെ ഓർമ്മിപ്പിക്കേണ്ട. ഓരോ ഫോമും പൂരിപ്പിക്കുമ്പോഴും എനിക്കറിയാം ഞാൻ പെണ്ണാണെന്ന്. എന്താ പെണ്ണിന് പുറത്തിറങ്ങി നടക്കാൻ പാടില്ലേ? പെണ്ണ് പുറത്തിറങ്ങിയാൽ ഭൂതം പിടിച്ചു വിഴുങ്ങുമോ? ഞാൻ ഏത് പാതിരാത്രിയിലും പുറത്തിറങ്ങി നടക്കും. അതിന്റെ പേരിൽ മീനൂട്ടി തടസ്സം നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. എല്ലാ ധൈര്യവും പകർന്നു തന്നിട്ട് തന്നെയാണ് എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയത്. ഒരുത്തന്റെ മുമ്പിലും തോറ്റ് പിന്മാറില്ല അഗ്നിമിത്ര. ഓരോ വാക്കുകൾ പറയുമ്പോഴും അവളുടെ ഉള്ളിൽ രോക്ഷം തിളച്ചു പൊങ്ങി. എല്ലാവരും പെണ്ണെന്ന് പറഞ്ഞ് താഴത്തെ കിട്ടുന്നത് എന്തിനാണെന്ന് അവൾക്കൊട്ടും മനസ്സിലാകുന്നില്ല. ആണിനൊന്നും നഷ്ടപ്പെടാനില്ലത്രേ, പെണ്ണിനാണ് നഷ്ടം പോലും. എന്താണ് ആ നഷ്ടം? ആണിനില്ലാത്ത എന്ത് നഷ്ടമാണ് പെണ്ണിനുള്ളത്? അങ്ങനെയൊരു നഷ്ടം പെണ്ണിന് മാത്രമുള്ളതായി തനിക്ക് തോന്നുന്നില്ല. പെണ്ണ് തന്നെയാണ് പെണ്ണിന്റെ ശാപം. അല്ലെങ്കിലും അച്ഛനും ഏട്ടനും നിന്നെ തലയിൽ കയറ്റി വച്ചിരിക്കുകയല്ലേ. 2 പേരും ഇങ്ങോട്ട് വരട്ടെ. നിന്നെ വല്ലാതെ അങ്ങ് കയറൂരി വിടണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ. അതും പറഞ്ഞ് ദേഷ്യത്തോടെ മീനു ഫോൺ വച്ചു. അമ്മയുടെയും മകളുടെയും ഫോൺ സന്ദേശം കേട്ട് നിൽക്കുകയായിരുന്നു സുഭദ്രാമ്മ. നീ എന്തിനാ മോളെ അവളുടെ അടുത്ത് തട്ടിക്കയറുന്നത്? അവൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരമ്മയുടെ മനസ്സിന്റെ വേവലാതിയാണ്. നീ അത് മനസ്സിലാക്കണം. പെൺകുട്ടികൾ ഇങ്ങനെ പുറത്ത് അലഞ്ഞു നടക്കാൻ ഒന്നും പാടില്ല. വയസ്സ് 23 കഴിഞ്ഞില്ലേ? വേഗം കല്യാണക്കാര്യം നോക്കാൻ പപ്പനോട് പറയുന്നുണ്ട് ഞാൻ. പെൺകുട്ടികൾ വളർന്നാൽ എത്രയും വേഗം ഗൃഹസ്ഥയാകണം. മുത്തശ്ശി ഇപ്പോഴും കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെയാണല്ലേ? കാലം പുരോഗമിച്ചത് ഒന്നും അറിഞ്ഞില്ലേ? സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു തൊഴിലായിട്ടേ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ കല്യാണം കഴിക്കൂ മുത്തശ്ശി. അവൾ ഒരു പുഞ്ചിരിയോടെ സുഭദ്രാമ്മയുടെ 2 കവളിലും പിടിച്ചു വലിച്ചു. ആണൊരുത്തൻ പ്രാപ്തിയുള്ളവനാണെങ്കിൽ പെണ്ണിന് ജോലിയുടെ ആവശ്യമൊന്നുമില്ല. മീനുവിന് ജോലി ഉണ്ടായിട്ടാണോ പപ്പന്റെ കൂടെ ജീവിക്കുന്നത്? അതുപോലെ തന്നെയാണ് എല്ലാം. ഞാനേ കുളിച്ചിട്ട് വരാം. മുത്തശ്ശിയോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ മിത്ര മെല്ലെ അവിടെ നിന്നും മുങ്ങി. കുളി കഴിഞ്ഞ് വേഷം മാറി താഴെ എത്തിയതും സൗദാമിനി അവൾക്ക് ചായ കൊടുത്തു. മുത്തശ്ശി, ഇപ്രാവശ്യം ചക്ക വരട്ടിയതൊന്നും ഇരിപ്പില്ലേ? സൗദാമിനിയെ ആ ഭരണിയിലിരിക്കുന്ന വരട്ടിയതെടുത്ത് കുട്ടിക്ക് കൊടുക്ക്. സുഭദ്രാമ്മ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ബ്രെഡ് ഉണ്ടെങ്കിൽ അതും കൂടി എടുത്തോ സൗദാമിനിയമ്മേ. അവളും അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. പുഞ്ചിരിച്ച മുഖത്തോടെ സൗദാമിനി ബ്രെഡും ചക്ക വരട്ടിയതും മേശപ്പുറത്ത് കൊണ്ടുവന്നു വെച്ചു. ചക്ക വരട്ടിയത് കഴിക്കുമ്പോൾ അവൾക്ക് കുട്ടിക്കാലം ഓർമ്മ വന്നു. വെക്കേഷൻ 2 മാസവും താൻ ഇവിടെ തന്നെയായിരിക്കും. കൂട്ടിന് വല്യമ്മയുടെ മക്കളായ അശ്വതി ചേച്ചിയും മാതിരി ചേച്ചിയും ഉണ്ടാവും. 2 മഹാവികൃതികളാണ്. തന്നോട് ഇത്തിരി കുശുമ്പുമുണ്ട്. കുശുമ്പിന് കാരണം മറ്റൊന്നുമല്ല, പേരക്കുട്ടികളിലെ പെൺമക്കളിൽ മുത്തശ്ശിയെപ്പോലുള്ളത് താൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് ഇത്തിരി വാത്സല്യം കൂടുതൽ തന്നോടാണ്. 2നും അത് ഇഷ്ടമല്ല. അതിൻ്റെ പേരും പറഞ്ഞ് വഴക്കിട്ട് എന്നോട് കൂട്ടുകൂടാതെ നടക്കും 2 പേരും. അന്നേരം തൻ്റെ കയ്യിലെ ചക്ക വരട്ടിയതിൻ്റെ പങ്ക് കൂടി കൊടുത്താണ് അവരെ സോപ്പിടുന്നത്. ആ ഓർമ്മയിൽ അവളൊന്ന് പുഞ്ചിരിച്ചു. പെട്ടെന്നൊരു ചിന്ത അവളുടെ മനസ്സിലേക്ക് എത്തിയതും അവൾ മുത്തശ്ശിയെ ഒന്ന് നോക്കി. മുത്തശ്ശിയുടെ കല്യാണ സമയത്ത് മുത്തശ്ശിയുടെ അച്ഛൻ വരപ്പിച്ച മുത്തശ്ശിയുടെ ഒരു എണ്ണച്ചായ ചിത്രമില്ലേ? അതിപ്പോഴും നിലവറയ്ക്കകത്തുണ്ടോ? ഉണ്ടാവും. കുട്ടിക്ക് എന്തിനാ ഇപ്പോൾ അത്? ഞാൻ മുത്തശ്ശിയെ പോലെയാണെങ്കിൽ ആ ചിത്രം ഇപ്പോഴത്തെ ഞാനായിരിക്കില്ലേ?
അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. ആയിരിക്കുമെന്നല്ല, ആണ്. ആ ചിത്രത്തിലെ ഞാൻ ഇപ്പോഴത്തെ നീയുമായി വേഷത്തിൽ മാത്രമേ വ്യത്യാസമുണ്ടാവുകയുള്ളൂ. അതോടെ അവൾക്ക് അത് കാണണം എന്നുള്ള ആഗ്രഹം കലശലായി. വാ, നിലവറയ്ക്കകത്ത് അടുത്ത കാലത്തൊന്നും കയറിയിട്ടേയില്ല. സൂക്ഷിച്ചു നടന്നോ, വല്ല പാമ്പോ തേളോ ഉണ്ടാവും. റാന്തൽ വിളക്കിന്റെ തിരി തെളിയിച്ചുകൊണ്ട് നിലവറയ്ക്കുള്ളിലേക്ക് കടക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു. നിലവറയ്ക്കുള്ളിൽ വൈദ്യുതീകരിക്കാത്തതുകൊണ്ട് നല്ല ഇരുട്ടായിരുന്നു. റാന്തലിന്റെ വെളിച്ചം വന്നപ്പോൾ അവിടെയെല്ലാം അല്പം പ്രകാശമായി. നിലവറയുടെ ഭിത്തിയിൽ പൂർവികരുടെ ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു. അതിലൊന്ന് മുത്തശ്ശിയുടെ എണ്ണച്ചായ ചിത്രമാണ്. ബാക്കിയുള്ള ചിത്രങ്ങളിലുള്ളവരെല്ലാം മൺമറഞ്ഞു പോയവരായിരുന്നു. അവൾ ആ ചിത്രത്തിലേക്ക് നിർനിമേഷയായി നോക്കി നിന്നു. മുത്തശ്ശി പറഞ്ഞത് വളരെ ശരിയാണ്. ഡ്രസ്സിങ്ങും ഹെയർ സ്റ്റൈലും നീക്കി നിർത്തിയാൽ ഇതെന്റെ ഫോട്ടോ തന്നെ. താൻ ഈ വേഷം ധരിച്ച് മോഡലിങ്ങിന് നിന്ന പോലെ. അവൾ അടുത്തുള്ള നിലക്കണ്ണാടിയിലെ തൻ്റെ പ്രതിബിംബത്തെ നോക്കി മുത്തശ്ശിയെ പകർത്തി വെച്ചതുപോലെ. മീനൂട്ടിക്ക് പോലും മുത്തശ്ശിയുടെ ഛായയില്ലല്ലോ. മീനൂട്ടി മുത്തച്ഛൻ്റെ പോലെയാണ്. മുത്തച്ഛൻ്റെ പോലെയുള്ള മീനൂട്ടിക്ക് എങ്ങനെ മുത്തശ്ശിയെ പോലെയുള്ള ഞാൻ ജനിച്ചു? ദൈവത്തിൻ്റെ ഓരോ വികൃതികളെ. അവളുടെ മിഴികൾ ആ മുറിയിൽ ആകെ ഒന്ന് ഓടി നടന്നു. പെട്ടെന്നാണ് ഭംഗിയുള്ള ഒരു മരപ്പെട്ടി അവളുടെ കണ്ണിലുടക്കിയത്. അവൾ പതിയെ അതിന് നേർക്ക് നടന്നു. അതിൻ്റെ മൂടി തുറക്കാനായി അവൾ പെട്ടിക്ക് മേലെ കൈവച്ചു. അഗ്നികുഞ്ഞെ, അത് തുറക്കരുത്. അവൾ എന്തേ എന്ന അർത്ഥത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കി. അത് തുറക്കാൻ പാടില്ല. ആ പെട്ടിക്കുള്ളിൽ പുറത്തേക്കെടുക്കാൻ പാടില്ലാത്ത പലതുമുണ്ട്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവിടെ ഇരുന്ന് ചിതലരിച്ച് പുഴുവരിച്ച് മണ്ണോട് ചേരട്ടെ. ഒരുതരം ബാധ കയറിയവരെ പോലെ അവർ റാന്തലും കൊണ്ട് പുറത്തേക്ക് നടന്നു. ആ പെട്ടിയിൽ എന്താണെന്നറിയാതെ പുറത്തേക്കിറങ്ങാൻ മനസ്സുണ്ടായിരുന്നില്ല മിത്രയ്ക്ക്. എന്നാൽ മുത്തശ്ശിയെ ധിക്കരിക്കാനും വയ്യ. നിലവറയുടെ വാതിൽക്കലെത്തിയതും അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ പെട്ടി അവളെ മാടി വിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നി.